മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻസ് എന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് ആ ടോപ്പിക്കിലെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സാണ്. പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ ഈ പറയുന്ന ചാപ്റ്റർ അവസാനിക്കും. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ നോട്ട് ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനലിലും അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിലും ഞാൻ അയച്ചിട്ടുണ്ട്. കിട്ടാത്തവർ എന്ത് ചെയ്യുക, ഇപ്പോൾ തന്നെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക. വാട്സാപ്പിൽ ജോയിൻ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഇതിന് മുന്നേ ഉള്ള നോട്ടും ഒക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ തുടങ്ങാമല്ലോ. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് മീഡിയ ആൻഡ് ടെക്നോളജിയാണ്. കാരണം നമ്മൾ ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു അല്ലേ, മീഡിയ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ട്രഡീഷണലി വന്നുകൊണ്ടിരുന്ന മീഡിയയും പുതിയ പുതിയ ഈ പറയുന്ന നൂതന കാലത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻ്റർനെറ്റിൻ്റെ വരവോട് കൂടി വന്ന പുതിയ മീഡിയയെ പറ്റി നമ്മൾ പഠിച്ചു. അപ്പോൾ മീഡിയയും ടെക്നോളജിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മാറ്റം മീഡിയയെ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് പണ്ട് കാലത്താണെങ്കിൽ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ നമ്മളത് അടുത്ത ദിവസം രാവിലെ പത്രത്തിൽ വരുമ്പോഴാണ് നമ്മളൊരു പുതിയ കാര്യം അറിയുന്നത്. എന്നാൽ ഇന്നാണെങ്കിലോ, ഒരു സംഭവം നടന്ന ആ പറയുന്ന മൊമെൻറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലൈവായിട്ട് കാണാനായിട്ട് അല്ലെങ്കിൽ അറിയാനായിട്ട് അല്ലെങ്കിൽ അപ്ഡേറ്റ് ആകാനായിട്ട് സാധിക്കും. മാത്രമല്ല ഇന്നിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ AI എന്ന് പറയുന്നൊരു കാര്യം കേട്ടിട്ടുണ്ടാവും അല്ലേ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, എയുടെ വരവോടുകൂടി മീഡിയയിൽ ഭയങ്കര വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത് അല്ലേ. പണ്ട് വാർത്ത ഒക്കെ വായിക്കാൻ ഒരാൾ വേണം, ഇന്നിപ്പോൾ എന്താണ്, വാർത്ത വായിക്കാനും ആൾ വേണ്ട, അതുമൊക്കെ എന്താണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ AI ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ മീഡിയയിൽ ടെക്നോളജിക്ക് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ടെക്നോളജിയുടെ വരവോടുകൂടി ഇൻ്റർ കണക്ഷൻസ് എന്തായി, സ്ട്രോങ് ആയി അല്ലേ. ടെക്നോളജി ആൻഡ് മീഡിയ ആർ ക്ലോസ്ലി ലിങ്ക്ഡ്, ഗ്രോത്ത് ഓഫ് വൺ ഫ്യൂവൽസ് ദ അതർ അല്ലെ. ഒന്ന് വളരുമ്പോൾ മറ്റൊന്ന് വളരും. അതായത് മീഡിയ എന്ന് പറയുന്നത്, ടെക്നോളജി വളരുമ്പോൾ മീഡിയ വളരും. അപ്പോൾ മീഡിയയും ടെക്നോളജിയും വരുമ്പോൾ എന്ത് പറ്റും, ഈ ജനങ്ങളുമായിട്ട് ഈ പറയുന്ന മീഡിയ എന്ത് മീഡിയ ആയിക്കോട്ടെ അതിൻ്റെ തമ്മിലുള്ള കണക്ഷൻസ് എന്ത് ചെയ്യുകയാണ്, വർദ്ധിക്കുകയാണ് അല്ലെ. അപ്ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ അറിയാൻ പോവുകയാണ്. പുതിയ മീഡിയകൾ വന്നു. ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടിയാണ് നമുക്കറിയാം സോഷ്യൽ മീഡിയ വന്നത്, ഓൺലൈൻ ന്യൂസ് പോർട്ടലുകൾ വന്നത്, സ്ട്രീമിംഗ് സർവീസസ് ഒക്കെ എന്ത് ചെയ്തത് വന്നത് ഈ പറയുന്ന അടുത്ത കാലങ്ങളിലാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നത്? ഫാസ്റ്റായിട്ടും മോർ എഫിഷ്യൻ്റ് ആയിട്ടും അതുപോലെ AI ബേസ് ചെയ്തിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണെങ്കിലും എന്താണ്, ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്, ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് അല്ലേ. മാത്രമല്ല റീച്ച് എന്ന് പറയുന്ന ഗ്ലോബൽ റീച്ചാണ്. എന്ന് വെച്ചാൽ എന്താ, ഞാനിപ്പോൾ ഒരു ക്ലാസ് ഇപ്പോൾ യൂട്യൂബിലിട്ടാൽ അത് ഇന്ത്യയിലെന്നല്ല കേരളത്തിലെന്നല്ല ലോകത്ത് എവിടെ ഇരിക്കുന്ന ഒരു കുട്ടിക്കും കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന കാര്യം ഇതിപ്പോൾ ഏത് വിഷയത്തിലും നമുക്ക് ഗ്ലോബൽ റീച്ച് ഇന്ന് നമുക്ക് പോസിബിളാണ്. നമ്മുടെ ഇന്നിപ്പോൾ മലയാളത്തിലുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള പല യൂട്യൂബ് ചാനലുകൾക്ക് ഓഡിയൻസ് എന്ന് പറയുന്ന വിദേശത്തുള്ളവരാണ്. അപ്പോൾ അല്ലെങ്കിൽ വിദേശത്തുള്ളവർ ചാനൽ നമ്മൾ കാണുന്നു അല്ലെങ്കിൽ അറിയുന്നു, അവരെ പറ്റി മനസ്സിലാക്കുന്നു, ഒക്കെ എന്താ, ടെക്നോളജി വളർന്നത് കൊണ്ടല്ലേ. ഓക്കെ, ഇനി നമ്മുടെ ഡിമാൻഡിനനുസരിച്ച് ഏത് സമയവും എവിടെ ഇരുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ കൺസ്യൂം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാം പോസിബിൾ ആയതല്ലേ, ഫാസ്റ്റായിട്ട് കണ്ടൻറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, അത് വളരെ ഫാസ്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്, അത് എപ്പോൾ എങ്ങനെ വേണമെന്നുള്ള അളവിൽ നമുക്ക് കൺസ്യൂം ചെയ്യാനും നമുക്ക് സാധിച്ചത് ടെക്നോളജിയുടെ വരവോടുകൂടിയാണ്. സോ ടെക്നോളജി മെയ്ഡ് മീഡിയ അവൈലബിൾ അക്രോസ് ഡിവൈസസ് ആൻഡ് ജോഗ്രഫീസ്. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം, നമുക്ക് ഈ പറയുന്ന ടെക്നോളജി വന്നതോടുകൂടി ഡേറ്റ അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയ എവിടെ നിന്നും എപ്പോഴും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ എന്ത് ചെയ്തു, പോസിബിളായി. അതായത് കൾച്ചറൽ എക്സ്ചേഞ്ചുകൾ സംഭവിച്ചു. ഓക്കെ, ഇതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുള്ളത് എന്താണ്, ഈ കാണുന്ന ആൾക്കാരൊന്നും എന്തല്ല, റിയൽ ആൾക്കാരല്ല. ഇതെല്ലാം എന്താണ്, AI ക്രിയേറ്റ് ചെയ്ത മോഡലാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നിങ്ങളൊക്കെ ഇപ്പോൾ തന്നെ അല്ലേ, നിങ്ങൾ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ സ്വന്തം AI ഇമേജൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിനിപ്പോൾ വലിയ പാടൊന്നുമില്ല. ജെമിനൈ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ അത് കാണുന്നതുമാണ് അല്ലേ. നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ പലപ്പോഴും കാണുന്ന പല വീഡിയോസും എന്താണ്, ഇത്തരത്തിൽ AI ക്രിയേറ്റ് ചെയ്യുന്നതാണ്. സോ അതിനിപ്പോൾ നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നോക്കടാം. ടെക്നോളജി ആൻഡ് മീഡിയ ആർ ഇൻ്റർവൈൻഡ് എന്ന് വെച്ചാൽ രണ്ടും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അഡ്വാൻസ്ഡ് ടെക്നോളജി ഹാവ് ഗിവൺ റൈസ് ടു ന്യൂ നോംസ് ഓഫ് മീഡിയ അല്ലെ, ന്യൂ ഫോംസ് ഓഫ് മീഡിയ. പുതിയ ടെക്നോളജി വന്നതോടുകൂടി മീഡിയയും പുതിയ രീതിയിലോട്ട് എന്ത് ചെയ്തു, മാറി തുടങ്ങി. അങ്ങനെ ഈ അടുത്ത കാലങ്ങളിൽ വന്നതാണ് എന്ത്, നമ്മുടെ പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ, ന്യൂസ് പോർട്ടലുകൾ, സ്ട്രീമിംഗ് സർവീസുകളൊക്കെ. സോ ടെക്നോളജി ഇൻക്രീസസ് ദ അക്സസിബിലിറ്റി ഓഫ് മീഡിയ. ഞാൻ പറഞ്ഞു അല്ലെ, കൂടുതൽ അക്സസിബിൾ ആക്കി മാറ്റി. നമുക്ക് ഗ്ലോബലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അവസരം എന്ത് ചെയ്തു, ഉണ്ടാക്കിയെടുത്തു. ഇവിടെ ഇരുന്നും എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആവശ്യമുള്ള മീഡിയാസ് അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, അത് മീഡിയ എന്ന് പറയുമ്പോൾ എന്ത് വേണോ വരാം കേട്ടോ, ഇതൊക്കെ നമുക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനൊക്കെ സഹായിച്ചതൊക്കെ എന്താണ്, ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബിഗ് ഡേറ്റ അൽഗോരിതംസ് ഒക്കെയാണ് ഹെൽപ്പ് ചെയ്തത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ AI ആണെന്നും നിങ്ങൾക്കറിയാം. എന്താണത്, ഇപ്പോൾ നമ്മൾ AI-യുടെ അടുത്തൊരു കാര്യം ചോദിക്കുമ്പോൾ പണ്ട് എന്താണ്, സെർച്ചിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. അത്
ഈ പറയുന്ന നമ്മുടെ ചോദ്യത്തെ അനലൈസ് ചെയ്ത് ഒരു ഉത്തരം സ്വന്തമായി ക്രിയേറ്റ് ചെയ്യാൻ, അല്ലേ? നമ്മളൊരു മനുഷ്യൻ്റെ അടുത്ത് നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ മനുഷ്യന് ചിന്തിച്ച് ഉത്തരം പറയാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറുകൾക്ക് ആ ഒരു കഴിവ് കിട്ടിയിരിക്കുന്നു. അതാണ് എ ഐ. ബിഗ് ഡേറ്റ എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല. ഇപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു അസൈൻമെൻറ്റ് എഴുതണം. നിങ്ങൾ ഈ പറയുന്ന എ ഐ എടുത്ത് പറയുകയാണ്, ഇന്ന ടോപ്പിക്കിൽ ഇന്ന അസൈൻമെൻറ്റ് വേണം, ഇത്ര പേജിൽ വേണം, ഇത്ര പേപ്പറിൽ വേണം, ഇത്ര വേർഡ്സിൽ വേണം എന്നൊക്കെ പറയുമ്പോൾ വിത്തിൻ സെക്കൻഡ്സ് ഇത്രയും വലിയ ഡേറ്റ ഇല്ല, ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് മൊത്തം തപ്പിയെടുത്ത് നിങ്ങളുടെ മുന്നിൽ മിനിറ്റുകൾക്കുള്ളിൽ കൊണ്ട് എത്തിക്കുകയാണ്. അപ്പോൾ ഇതിനാണ് ബിഗ് ഡേറ്റ എന്ന് പറയുന്നത്. അതായത് നമുക്ക് വലിയ ഡേറ്റ സെറ്റുകൾ ഫോം ചെയ്യുകയാണെന്ന് വെച്ചാൽ ഡേറ്റ നമുക്ക് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ഒരു സമയം ഒരു കാര്യമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കമ്പ്യൂട്ടറിന് മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാം. അതിനൊരു പരിധി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഈ പരിധിക്കൊക്കെ ഒരു വലിയ ഒരു ഇത് വന്നിരിക്കുകയാണ്. അതായത് നമുക്ക് ഒരു കമ്പ്യൂട്ടറിന് തന്നെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇൻ്റർനെറ്റിന് തന്നെ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പരിധിയില്ലാത്ത വലിയ ഡേറ്റകൾ വരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റും ത്രൂ എ ഐ. അതാണ് ഈ ബിഗ് ഡേറ്റ എന്ന് പറയുന്നത്. അൽഗോരിതംസ് എന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഐ ടിയിൽ പഠിച്ചോളും, അല്ലേ? അൽഗോരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിനാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ലിങ്ക് ചെയ്തിട്ട് നമുക്കിന്ന് കൂടുതൽ ഈസി ആയിട്ട് ഡേറ്റകൾ ചെയ്യാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ സംഭവം. നെക്സ്റ്റ് വരുന്നത് നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ, ഡിജിറ്റൽ എറ്റിക്വിറ്റ്. എന്താ ഡിജിറ്റൽ എറ്റിക്വിറ്റ് എന്ന് വെച്ചാൽ മര്യാദ വേണം. നമ്മൾ പറയാറില്ലേ, എന്ത് ഉപയോഗിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഒരു മര്യാദ വേണം. അതുപോലെ ഡിജിറ്റൽ ലോകത്ത് നിങ്ങൾ പെരുമാറുമ്പോൾ കാണിക്കേണ്ട മര്യാദകളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് ഈ പറയുന്ന ഡിജിറ്റൽ വേൾഡിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും എന്താണ്? ഫേക്കാണ്, അല്ലേ? ഫേക്ക് ഐഡൻറ്റിറ്റിയിൽ നമുക്ക് ഡിജിറ്റൽ വേൾഡിൽ എന്താണ് വിലാസി നടക്കാൻ പറ്റും, അല്ലെ? ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ട് ട്രാക്ക് ചെയ്ത് വരാൻ പറ്റും, അത് വേറെ കാര്യം. എന്നാലും അതിനൊക്കെ മെനക്കെട്ട് പോയാലേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? വേറൊരാളായിട്ട് മാറിയിട്ട് എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കാം, ആരെ എന്ത് ചീത്തയും പറയാം എന്നൊരു ചിന്ത ഇന്നത്തെ ആൾക്കാർക്ക് വന്നിട്ടുണ്ട്. അത് നിർത്തുന്നതിനെയാണ് നമ്മളിവിടെ പറയുന്നത്. ഡിജിറ്റൽ എറ്റിക്യൂറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകളെ പറ്റിയിട്ടാണ് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ഫേക്ക് ആയിട്ടുള്ള ബോംബ് ത്രെഡും കാര്യങ്ങളും, അതുപോലെ സൈബർ ഫ്രോഡ് നടത്തുന്നത്, ഈ ഫേക്ക് ന്യൂസ് കൊടുക്കുന്നത്, പ്രധാനമായിട്ട് നമ്മളെപ്പോഴും കാണുന്നത് സോഷ്യൽ മീഡിയകളിലാണ്, അല്ലേ? അതുപോലെ തന്നെ ഈ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് തെറി പറയുക, ഇഷ്ടമുള്ളവരെ, അല്ലേ, നമുക്ക് ഇഷ്ടമുള്ളവരെ പറ്റി നല്ലത് പറയുക, ഇഷ്ടമില്ലാത്തവരെ ചീത്ത പറയുക, അങ്ങനത്തെ സ്വഭാവം നമ്മൾ ചെയ്യരുത്. അതൊന്നും നല്ല കാര്യമല്ല. സോ നമ്മൾ പാലിക്കേണ്ട മര്യാദകളാണ് ഡിജിറ്റൽ എറ്റിക്വിറ്റ് എന്ന് പറയുന്നത്. സോ ഡിജിറ്റൽ എറ്റിക്വിറ്റ് റെഫേഴ്സ് ടു ദ പ്രോപ്പർ ആൻഡ് റെസ്പെക്ട്ഫുൾ ബിഹേവിയർ ദാറ്റ് ഇൻഡിവിജ്വൽസ് ആർ എക്സ്പെക്റ്റഡ് ടു ഫോളോ വൈൽ ഇന്ററാക്ടിങ് ഇൻ ദ ഡിജിറ്റൽ സ്പേസ്. സോ ഡിജിറ്റൽ സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഏത് ഭാഗത്തോ എന്തോ ആയിക്കോട്ടെ, അതിൽ നമ്മൾ പെരുമാറുമ്പോൾ, നമ്മളതിൽ ഇടപെടുമ്പോൾ, നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് മര്യാദകളെയാണ് നമ്മൾ ഡിജിറ്റൽ എറ്റിക്വിറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മറ്റൊരാളുടെ പ്രൈവസിയെ നമ്മൾ എന്ത് ചെയ്യുക? മാനിക്കുക. ഇത് ഞാൻ ഏറ്റവും കണ്ടിട്ടുള്ളത് ഈ സെലിബ്രിറ്റീസിൻ്റെ പുറകെ ക്യാമറ പിടിച്ചുകൊണ്ട് പോകുന്ന കുറേ ടീംസ് ഉണ്ടല്ലോ, നമ്മൾ പാപ്പരാസികൾ എന്നൊക്കെയാണ് ഇവർ പറയാറ്. അങ്ങനത്തെ കുറേ ഡിജിറ്റൽ മീഡിയ എന്തൊക്കെയോ ഉണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, എന്തോ വെറൈറ്റിന്നോ അല്ലേ, ഏതോ കുയിലെന്നോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പലതും ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്. ഇവരാവശ്യമില്ലാത്തടത്ത് ക്യാമറ നോക്കി പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രൈവസി ഇല്ലാതാക്കുന്ന, അതൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അബ്യൂസീവ് ലാംഗ്വേജ്, ഇത് പിന്നെ ഞാൻ പറയണ്ടല്ലോ, നമ്മൾ സോഷ്യൽ മീഡിയകളിലും കമൻറ്റ് സെക്ഷൻസിലും ഒക്കെ കാണുന്നതാണ്. നമ്മളിത് ആരെയും ചീത്ത പറയുക, എന്തും പറയുക, അല്ലെ? ആരും നമ്മളൊന്നും ചെയ്യത്തില്ല എന്നുള്ള ധൈര്യം കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെയല്ല കാര്യം. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിയമങ്ങളൊക്കെ മാറും, നമുക്കങ്ങനെ എന്തും പറയാനൊന്നും പറ്റത്തില്ല, കേസ് കൊടുക്കാനും ഒക്കെ പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങളത് കാണുന്നുണ്ട് വാർത്തകളിൽ. ബി കെയർഫുൾ ഓൺ മെസ്സേജസ് ഇൻ ഡിജിറ്റൽ സ്പേസ്, അല്ലേ? മെസ്സേജുകൾ അയക്കുമ്പോൾ ശ്രദ്ധിക്കുക, മെസ്സേജുകൾ നിങ്ങൾ വായിക്കുമ്പോഴും ശ്രദ്ധിക്കുക, ആവശ്യമില്ലാത്ത ചതികളൊന്നും ചാടരുത്. ബി കെയർഫുൾ വൈൽ ഷെയറിങ് പോസ്റ്റ്, അല്ലേ? പോസ്റ്റുകൾ ഷെയർ ചെയ്യുമ്പോൾ ശ്രദ്ധ കാണിക്കണം. അപ്പോൾ ഇതിനൊക്കെയാണ് ഡിജിറ്റൽ എറ്റിക്വിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, വാട്ട് ഈസ് ഡിജിറ്റൽ എറ്റിക്വിറ്റ് എന്ന ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്രോപ്പർ ആൻഡ് റെസ്പെക്ട്ഫുൾ ബിഹേവിയർ വൈൽ ഇൻറ്ററാക്ടിങ് ഇൻ ദ ഡിജിറ്റൽ സ്പേസ്. ഡിജിറ്റൽ സ്പേസിൽ നിങ്ങൾ ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ കാണിക്കേണ്ട മര്യാദ, അല്ലെങ്കിൽ എന്താണ്, മറ്റൊരാൾക്ക് ബഹുമാനം കൊടുത്തുകൊണ്ടുള്ള ബിഹേവിയറിനെയാണ് പറയുന്നത്. ഇത് നമുക്ക് സേഫും എത്തിക്കലും പോസിറ്റീവുമായിട്ടുള്ള ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആക്കുന്നു, അല്ലേ? അപ്പോൾ ഗൈഡ് ലൈൻസ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെയായിരിക്കും? ഓക്കെ, മറ്റൊരാളുടെ പ്രൈവസിയെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക. ബാക്കി ഫില്ല് ചെയ്യാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ 1-2 ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, മറ്റൊരാളുടെ പ്രൈവസി നിങ്ങൾ മാനിക്കുക. അബ്യൂസീവ് ലാംഗ്വേജ്, അതായത് മോശം ചീത്ത വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ശരിയായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഫോർവേഡ് ചെയ്യുക. ഫേക്ക് ന്യൂസ് മറ്റു കാര്യങ്ങളൊന്നും ഫോർവേഡ് ചെയ്യാതിരിക്കുക. വെരിഫൈ ബിഫോർ ഷെയറിങ്, അല്ലേ? പോസ്റ്റ് ഓൺ ഇൻഫർമേഷൻ, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കോവിഡ് വന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി കുട്ടികളായിരിക്കുമെങ്കിലും ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അതുപോലെ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ, അങ്ങനെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു ശ്രദ്ധ വേണം, അല്ലെങ്കിൽ പണി കിട്ടും, പോലീസ് തൂക്കിക്കൊണ്ട് പോകും. ഓക്കെ, പ്ലാഗറിസം ആൻഡ് കോപ്പിറൈറ്റ് വയലേഷൻസ് അറിയാമല്ലോ. നമ്മൾ ഈ
വ്യാജ സി ഡി എന്നൊക്കെ പറയുന്ന പരിപാടി ഉണ്ടല്ലോ, ഒരുത്തൻ്റെ കണ്ടന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അടിച്ചു മാറ്റുന്നതാണ് പ്ലാഗറിസം എന്ന് പറയുന്നത്. അതുപോലെ കോപ്പി റൈറ്റും അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ യൂട്യൂബിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അല്ലെ, പാട്ടൊക്കെ നമ്മളെടുത്ത് യൂസ് ചെയ്താൽ നമുക്ക് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് വരും. അതുപോലെ യൂസ് പൊളൈറ്റ് ആൻഡ് ക്ലിയർ ലാംഗ്വേജ്. അതുപോലെ എന്താണ്, ഹാംഫുൾ ആയിട്ടുള്ള സാധനങ്ങളും ഫേക്ക് കണ്ടന്റുകളും കണ്ടാൽ തന്നെ അതിൽ നിന്ന് മാറി നിൽക്കുക, ബ്ലോക്ക് ചെയ്യുക. സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക. ബാലൻസ് ഓൺലൈൻ ഓഫ്ലൈൻ ലൈഫ് നിങ്ങൾ ലിമിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിനൊരു ബാലൻസ് കൊണ്ട് വരണം. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയൊക്കെ ചെയ്താലുണ്ടാകുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും അല്ലേ? സേഫും റെസ്പെക്റ്റ്ഫുള്ളുമായ ഓൺലൈൻ ഇൻട്രാക്ഷൻസ് പോസിബിൾ ആവും. ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. നമ്മൾ നല്ല സ്വഭാവം കാണിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഭാവിയിൽ എന്തെങ്കിലും ചെയ്യുമ്പോഴും ഇത് യൂസ് ചെയ്യുന്നവർ ഓക്കെ, ഫ്രോഡിൻ്റെ റിസ്ക്കുകൾ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. ഡീഫെയിമേഷനും സൈബർ ക്രൈമുകളും കുറയ്ക്കാൻ പറ്റും. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടല്ലോ സൈബർ ബുള്ളിങ് അല്ലേ? ആൾക്കാരെ കമൻറ്റ് ബോക്സ് ചെന്ന് ഇങ്ങനെ ചീത്ത പറയാതെ ഒരാൾക്ക് മാനസിക സംഘർഷം ഉണ്ടാക്കുക, ചില ആത്മഹത്യ വരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എത്തുന്നതായിട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പോൾ അത്തരം പ്രവർത്തികൾ നിങ്ങളെങ്കിലും മിനിമം എന്ത് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ കൂട്ടുകാർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പിന്തിരിപ്പിക്കുക. ഓക്കെ, റെസ്പോൺസിബിളായ ടെക്നോളജി ഉപയോഗിക്കാൻ പഠിക്കുക. അത് ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. ഓക്കെ, നിങ്ങൾ എന്തിനൊക്കെയാണ് മീഡിയ ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അതിലെന്തൊക്കെയാണ് നല്ലതെന്ന് എന്തൊക്കെയാണ് ചീത്തയെന്ന് നിങ്ങൾക്കറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നവരുണ്ട്. സോ ബേസിക്കലി എന്ത് ചെയ്യുക, ആവശ്യമില്ലാത്ത പരിപാടികൾക്ക് ഇൻ്റർനെറ്റും മറ്റു സംവിധാനങ്ങളും മീഡിയകളും ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. സോ നിങ്ങളെ കണ്ടുകൊണ്ട് ആൾക്കാരുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ സൈബർ ക്രൈം വിങ് എന്നൊക്കെ പറയുന്ന മണ്ടന്മാരൊന്നുമല്ല. അവർ നിങ്ങളുടെ എല്ലാവരുടെയും എന്തൊക്കെ നിങ്ങൾ ചെയ്യുന്നു, ഇൻ്റർനെറ്റിൽ എന്തൊക്കെയാണ് കാണുന്നത്, എന്തൊക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത്, ആരെയൊക്കെയാണ് ചീത്ത പറയുന്നത്, എല്ലാ കാര്യങ്ങളുടെയും കൈയും കണക്കും അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കുക. പ്രശ്നക്കാരല്ലാത്തിടത്തോളം അവരത് അന്വേഷിച്ച് വരുന്നില്ലെന്നേ ഉള്ളൂ. ഒരു പ്രശ്നം വന്നാൽ അവർ നിങ്ങളെ അന്വേഷിച്ച് വരും. നമ്മൾ ഈ പറയുന്ന ഇൻ്റർനെറ്റിൽ നമ്മൾ ഒരു ഹാക്ക് ചെയ്യുന്ന വലിയ ആൾക്കാരുണ്ടല്ലോ, ഹാക്കർമാർ, അവർ മാത്രമാണ് ഐഡൻറ്റിറ്റി സത്യത്തിൽ അവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. സാധാരണ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന എല്ലാവരുടെ ഐഡൻറ്റിറ്റി എവിടെയുണ്ട്, നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ബി റെസ്പോൺസിബിൾ. ഓക്കെ, സ്ട്രെങ്തൻ ഡിജിറ്റൽ ലിറ്ററസി ആൻഡ് സിറ്റിസൺഷിപ്പ്. ഡിജിറ്റൽ ലിറ്ററസി എന്ത് ചെയ്യുക, കൊണ്ടുവരിക. അതായത് എല്ലാവർക്കും ഡിജിറ്റൽ കാര്യങ്ങൾ ഉപയോഗിക്കാൻ, നല്ല രീതിയിൽ ഉപയോഗിക്കാനും ചതികളിൽ പെടാതിരിക്കാനും പറ്റുക. ക്രിയേറ്റീവ് പോസിറ്റീവ് ഓൺലൈൻ കമ്മ്യൂണിറ്റി. നിങ്ങളുടെ ഓൺലൈൻ കമ്മ്യൂണിറ്റികൾ അതുപോലെ പഠിക്കാൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, അല്ലാതെ മോശം കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക. അതാ ഈ പറഞ്ഞേക്കുന്ന പോയിന്റുകളാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല ഡിജിറ്റൽ എറ്റിക്യൂട്ട് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ എന്തൊക്കെ പറ്റും, നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കുന്നു, നമുക്ക് എന്ത് പറ്റുന്നു, അണ്ടർസ്റ്റാൻഡിങ് വരുന്നു, പോസിറ്റീവ് ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് ഫോം ചെയ്യാൻ പറ്റുന്നു, സൈബർ ക്രൈമുകൾ കുറയുന്നു, അതുപോലെ തന്നെ എന്താണ്, സേഫർ ആയിട്ടുള്ള ഡിജിറ്റൽ സ്പേസസ് ആയിട്ട് മാറുന്നു അല്ലേ? ഡിജിറ്റൽ സ്പേസ് നമുക്കിന്ന് വളരെ അത്യാവശ്യമാണ്, പക്ഷേ അത് സേഫ് അല്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പാരൻസ് ഈ മൊബൈലും സാധനമൊക്കെ ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാൻ തരാത്തത്? നിങ്ങൾ അവിടെ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതായത് നിങ്ങൾ അതിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ചെന്ന് ചാടാൻ സാധ്യതയുള്ള ചതികൾ, പ്രശ്നങ്ങൾ, അത് അവർക്കറിയാമെന്നുള്ളതുകൊണ്ട് അവർ ഈ റെസ്ട്രിക്ഷൻസ് കാണിക്കുന്നത്. അല്ലാതെ ഒരിക്കലും അവർക്ക് നിങ്ങളടുത്തുള്ള ദേഷ്യം കൊണ്ടോ നിങ്ങളെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടോ അല്ല. നിങ്ങളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല, പക്ഷേ നമുക്ക് ഈ പുറത്തുള്ള ലോകത്തുള്ള ആൾക്കാർ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വിശ്വസിക്കാൻ പറ്റത്തില്ല. സോ അധികമായിട്ട് എപ്പോഴും കൺമുന്നേ കാണുന്ന സ്വന്തം വീട്ടുകാരെയും അതുപോലെ തന്നെ അടുത്ത കൂട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ എന്ത് ചെയ്യുക, വിശ്വസിക്കുക. ഈ ഡിജിറ്റൽ ലോകത്ത് കാണുന്ന ആൾക്കാരെ ആരെന്ന് പോലും അറിയാത്തവരെ വിശ്വസിക്കാതിരിക്കുക, അവരുമായിട്ട് ചാറ്റ് ചെയ്യാതിരിക്കുക, ആവശ്യമില്ലാത്ത മെസ്സേജുകൾ അയക്കാതിരിക്കുക, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യവും ആരുമായിട്ട് എന്ത് ചെയ്യാതിരിക്കുക, ഷെയർ ചെയ്യാതിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് നമുക്ക് എന്ത് വരും, ഒരു ഡിജിറ്റൽ ലിറ്ററസി വരും. അപ്പോൾ തീർന്നു, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുന്നു, അവസാനിക്കുന്നു. നോട്ടൊക്കെ ഓൾറെഡി അയച്ചിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.